എന്താണ് സാർ ഇതെല്ലാം? ചന്ദ്രബോസിനെ കയറൂരി അഴിച്ചുവിടുന്നതിന് മുമ്പ് ഈ കേസിന്റെ നിലവിലുള്ള അവസ്ഥ സാർ ഒന്ന് മനസ്സിലാക്കുമെന്ന് കരുതി. ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസ് മർദ്ദനത്തിലൂടെ കുറ്റവാളിയാക്കുന്നതിൽ PhD എടുത്തിട്ടുള്ള ചന്ദ്രബോസിനെ തന്നെ സാർ ഇങ്ങനെ നിയമിച്ചതിന് പിന്നിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആത്മസുഹൃത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. പക്ഷേ അത് പാവം പിടിച്ച എന്റെ അച്ഛന്റെയും അമ്മയുടെയും നേരെ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സാറിന്റെ അറിവിലേക്ക് കൊണ്ടുവരിക. തെറ്റാണെങ്കിൽ സാറ് ക്ഷമിക്കണം. പക്ഷേ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ സാർ ഇത് സ്വീകരിക്കുകയും വേണം. അവരെ കടത്തിവിടണം. അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ നിന്നോ ഒരു കൈപ്പത്തി തെരുവ് നായ കടിച്ചു വലിച്ച് ഈ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതി അത് ഈ വീട്ടിലുള്ളവർ കുഴിച്ചിട്ടതാണെന്ന് എന്തർത്ഥത്തിലാ സാർ ഈ പറയുന്നത്? ഈ കോമ്പൗണ്ടിനകത്ത് എവിടെയെങ്കിലും നായ മാന്തിയ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റിയോ? പിന്നെ ഫോറൻസിക് ലാബിലേക്ക് ആ കൈപ്പത്തി അയച്ചതിന്റെ റിപ്പോർട്ട് അത് ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ അച്ഛനാണ് നസീറിനെ കൊന്നതെന്ന് നിങ്ങൾ പറയുന്നത്? ആദ്യം അത് നസീറിന്റേതാണെന്ന് തെളിയട്ടെ. നസീർ മരണപ്പെട്ടുവെന്നും സ്ഥിരീകരിക്കണം. എന്നിട്ടല്ലേ അറസ്റ്റും ലോക്കപ്പും മൂന്നാം മുറയും ഒക്കെ. അതെ, എന്റെ മകനെ കൊന്നത് ഇവനാണ്. ഇവനെ രക്ഷിക്കാനാണ് ഈ കലക്ടർ ശ്രമിക്കുന്നത്. അത് പിന്നെ ഭർത്താവിനെ ലോക്കപ്പിലിടാൻ ഏതെങ്കിലും ഒരു ഭാര്യ ശ്രമിക്കുവോ? ഞാനാണ് തന്റെ മകനെ കൊന്നെന്ന് പറയാൻ എന്ത് തെളിവോടെ തന്റെ കയ്യിലുള്ള? കള്ളും കഞ്ചാവ് ഓടിച്ച് നാടുചുറ്റി നടക്കുന്നവരെ ഏതെങ്കിലും സ്ഥലത്ത് പെടുമരണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് കൊണ്ടുവെക്കുന്നത് വല്ലോണ്ടി നെഞ്ചത്തല്ല. സർ, ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് കിട്ടാതെ ഇത് ആരുടെ കൈപ്പത്തിയാണെന്ന് പറയാൻ സാധിക്കില്ല. നസീറിന്റേതാണെന്ന് തെളിഞ്ഞാൽ കേസ് അന്വേഷണം നമുക്ക് ശക്തിപ്പെടുത്താം. കുറ്റക്കാരെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു തെളിവും ഇല്ലാതെ വെറും സംശയത്തിന്റെ പേരിൽ എന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല.